ഈസ് ദ ഓതർ ഓഫ് ഡെത്ത്. ഹീ ഹാസ് ദ പവർ ഓഫ് ഡെത്ത്. പിശാചിന് കൊല്ലാനുള്ള അധികാരമുണ്ട്. അതിലേതെങ്കിലും ഒരു പൈശാചിക സീലെടുത്തിട്ട് ആളുടെ പേരെഴുതി അതിലൊരു സീല് വെച്ച് അല്പം രക്തം ചേർത്ത് ഒരു സൈൻ ഇടുകയാണെങ്കിൽ അതെന്തിനു വേണ്ടി എന്താണോ ഉദ്ദേശിച്ചത് അത് അവിടെ പോയി ഈ പിശാച് പ്രവർത്തിക്കും. പക്ഷേ ഈശോ പറഞ്ഞു, അവൻ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പിശാചിന് കൊല്ലാൻ പറ്റുകയില്ല, അല്ലാത്തവരെ ദുർമന്ത്രവാദം കൊണ്ട് കൊല്ലാനായിട്ട് സാധിക്കും. ഒരു വൈദികനെ മാത്രമേ എക്സോസിസ്റ്റായിട്ട് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുള്ളൂ, അൽമായർക്ക് സാധിക്കില്ല. അൽമായർ എക്സോസിസം പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അവർ പ്രൈവറ്റ് എക്സോസിസ്റ്റാണ്. എന്തെങ്കിലും കോൺസിക്വൻസോ അല്ലെങ്കിൽ തിക്തഫലങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ സഭ അതിന് ഉത്തരവാദിത്വം വഹിക്കുന്നില്ല. ഈശോ അവനിലുള്ള ദുരാത്മാവിനെ പന്നികളിലേക്ക് പറഞ്ഞയച്ചു. അതിനാണ് ട്രാൻസ്ഫറിങ് ദ സ്പിരിറ്റ്. ഈശോ ഒരിക്കൽ മാത്രമേ അത് ചെയ്തുള്ളൂ. അതിൻ്റെ തിക്തഫലങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ അത് ചെയ്തത്. വിഗ്രഹം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പിശാചിനെ മനഃപൂർവ്വം ആവസിപ്പിച്ച് വെക്കുമ്പോഴാണ് അതൊരു വിഗ്രഹമായി മാറുന്നത്. സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയിലും കൊടുക്കുന്ന വ്യക്തിയിലും പിശാചിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം സഭയ്ക്കെതിരായിട്ട് പിശാചിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇങ്ങനെ അനേകം പേരിൽ രോഗമായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ അവർ മരുന്ന് കഴിച്ചിട്ട് പ്രയോജനം കിട്ടുന്നില്ല. അത് രോഗമായിരിക്കില്ല, രോഗത്തിൻ്റെ പീഡകളായിരിക്കും. അവിടെ അവർക്ക് എക്സോർസിസം ആവശ്യമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ അച്ഛാ, ഈ പിശാച് നമ്മുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറുകയാണെങ്കിൽ അവൻ്റെ ഇപ്പോൾ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ ഒരു പക്ഷേ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ആത്മാവിനെ തുടരുത്. അതേപോലെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ളൊരു അധികാരം അല്ലെങ്കിൽ അത് പിശാചിന് ലഭിക്കുമോ? ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരാളെ പിശാചിന് കൊല്ലാനുള്ള അധികാരമുണ്ട്. ഹെബ്രായ ലേഖനം 2:14 ഹീ ഈസ് ദ ഓതർ ഓഫ് ഡെത്ത്. ഹീ ഹാസ് ദ പവർ ഓഫ് ഡെത്ത്. പിശാചിന് കൊല്ലാനുള്ള അധികാരമുണ്ട്. ആ കൊല്ലാനുള്ള അധികാരം ക്രിസ്തുവിന് മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ ആ മനുഷ്യനെ കൊല്ലാനുള്ള അധികാരം പിശാചിനില്ല, പീഡിപ്പിക്കാനുള്ള അധികാരമുള്ളൂ. ജോബിൻ്റെ പുസ്തകം 2:3 ദൈവം പിശാചിനോട് പറയുന്നുണ്ട്, നീ എന്നെ നിർബന്ധിച്ച് ജോബിനെ പീഡിപ്പിക്കാനുള്ള അവകാശം കരസ്ഥമാക്കി, എങ്കിലും അവൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നീ അവൻ്റെ ആത്മാവിനെ തുടരുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ജോബ് ആത്മാവിനെ പിശാചിന് വിറ്റിട്ടില്ല. അങ്ങനെ വിറ്റ ആളുകളാണെങ്കിൽ ദൈവം അവിടെ പറയുന്നില്ല നീ അവൻ്റെ ആത്മാവിനെ തുടരുമെന്ന്. അവൻ്റെ ആത്മാവിനെയും കൊണ്ട് അവൻ പോകത്തുള്ളൂ. ആ ആത്മാവിനെയും കൊണ്ട് പിശാച് പോയിരിക്കും. അതിനാണ് ആത്മനാശം എന്ന് പറയുന്നത്. അതേസമയം ഈ മനുഷ്യൻ ആത്മാവിന് വിറ്റിട്ടില്ല, പക്ഷേ ശരീരം മുഴുവൻ പീഡനത്തിലൂടെയാണ്, അല്ലെങ്കിൽ മറ്റ് പാവങ്ങളിലൊക്കെ വസിക്കുന്നത്. പിശാച് ഇവനിലുണ്ട്, ഇവൻ തന്നെ ഓപ്റ്റ് ചെയ്തതാണ് പിശാചിന് വേണ്ടി. എങ്കിലും ആത്മാവിനെ വിറ്റിട്ടില്ല, ഒരു ഫ്രീമേസനായി മാറിയില്ല, അല്ലെങ്കിൽ ഒരു ഇല്ലൂമിനാന്തി ആയില്ല, അല്ലെങ്കിൽ ഒരു പിശാചിൻ്റെ ഫോളോവർ ആകാനുള്ള തീരുമാനം എടുത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആത്മാവിലേക്ക് പിശാചൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്, ഇവൻ്റെ ആത്മാവിനെ തുടരരുത്. ശരീരത്തെ പിശാച് ആവശ്യപ്പെടുന്നതനുസരിച്ച് ദൈവത്തിന് വിട്ടുകൊടുക്കാം. പത്രോസിനെ വരെ പിശാച് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. നിൻ്റെ വിശ്വാസം ശക്തിപ്പെടാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് നീ പോയി മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക. പത്രോസിനെയും പീഡിപ്പിക്കാനായിട്ടും ഗോതമ്പ് പോലെ പൊടിക്കാനായിട്ടും പിശാച് ആവശ്യപ്പെട്ടു. പക്ഷേ ഈശോ പറഞ്ഞു, അവൻ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പിശാചിന് കൊല്ലാൻ പറ്റുകയില്ല, അല്ലാത്തവരെ ദുർമന്ത്രവാദം കൊണ്ട് കൊല്ലാനായിട്ട് സാധിക്കും. ബോംബെയിൽ നിന്ന് ഒരാൾ ധ്യാനിക്കാനായിട്ട് ഇവിടെ വന്നു. അദ്ദേഹം 26 ആളുകളെ ദുർമന്ത്രവാദം ചെയ്ത് കൊന്നിട്ടുണ്ട്, ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കൊലപാതകം നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇദ്ദേഹം ചെയ്യുന്നത് 2-3 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ ഒക്കെ മന്ത്രവാദമാണ് ചെയ്യുന്നത്. മന്ത്രവാദം ചെയ്യാനായിട്ട് അധികം പൈസയുടെ ചിലവ് വരുന്നില്ല. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് 20,000, 30,000, 50,000 ഒക്കെ മന്ത്രവാദികൾ വാങ്ങിക്കാം. പക്ഷേ ഇതിന് വരുന്ന ചിലവ് 80 സീലുകളുള്ളതിൽ ഏതെങ്കിലും ഒരു സീല്, ഒന്ന് മരണത്തിനുള്ളതാണ്, ഒന്ന് ആക്സിഡൻറ്റ് വരുത്താനുള്ളതാണ്, വേറൊന്ന് സാമ്പത്തിക നഷ്ടം വരുത്താനുള്ളതാണ്. അതിലേതെങ്കിലും ഒരു പൈശാചിക സീലെടുത്തിട്ട് ആളുടെ പേരെഴുതി അതിലൊരു സീല് വെച്ച് അല്പം രക്തം ചേർത്ത് ഒരു സൈൻ ഇടുകയാണെങ്കിൽ അതെന്തിനു വേണ്ടി എന്താണോ ഉദ്ദേശിച്ചത് അത് അവിടെ പോയി ഈ പിശാച് പ്രവർത്തിക്കും. അതിന് 2 രൂപയുടെ ചിലവേ ഉള്ളൂ. പക്ഷേ അത് 20,000 രൂപയൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ദുർമന്ത്രവാദം ചെയ്യാൻ ഇത്രയേ ചിലവുള്ളൂ. അതൊരു ദുർമന്ത്രവാദിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ 26 ആളുകളെ ഈ മനുഷ്യൻ അങ്ങനെ കൊന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി, ഇവിടെ വന്ന് മാനസാന്തരപ്പെട്ടു, കുമ്പസാരിച്ചു, കുർബാനയൊക്കെ സ്വീകരിച്ചു. ഇയാൾ തിരിച്ചുപോയി. ഇനി ഒരു കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല. ഇപ്പോൾ 5-10 വർഷമായിട്ട് ഇയാളത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു
ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പറയും ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും, നാളെ നീ അനുഭവിക്കും എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. പിറ്റേ ദിവസം ഈ സംഭവം എല്ലാം ഉണ്ടാവുകയും ചെയ്യും. ആക്സിഡൻറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം, അല്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കാം. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ എല്ലാ നഷ്ടങ്ങളും ഉണ്ടാകാം, പക്ഷേ മരണം അല്ലെങ്കിൽ ഈ കൊലപാതകം നടക്കുകയില്ല. തീർച്ചയായും. ഈ എക്സോർസിസിന് മുമ്പ് അച്ഛൻ ഇപ്പോൾ നാളെ ഇപ്പം അങ്ങനെ അത്തരത്തിലൊരു കാര്യമുണ്ടെങ്കിൽ അച്ഛൻ അതിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്നു? സഭ പറയുന്നത് എൻ്റെ തലേ ദിവസം വീട്ടുകാർ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, അവരെല്ലാവരും കുമ്പസാരിച്ചിരിക്കണം. ഇത് നടത്താൻ പോകുന്ന വൈദികൻ തലേ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം, പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം ആവശ്യമായ ഒരുക്ക പ്രാർത്ഥനകളൊക്കെ ചെയ്തതിന് ശേഷമേ വീട്ടിലേക്ക് പോകാവുള്ളൂ. പറ്റുമെങ്കിൽ ഈ വൈദികനും കുമ്പസാരിച്ച് ആ കുർബാനയിൽ അദ്ദേഹം തന്നെ അർപ്പിക്കുന്ന കുർബാനയൊക്കെ സ്വീകരിച്ച് ഒരുങ്ങി പോകാവുള്ളൂ. ഇത് രണ്ട് സ്ഥലത്തും ഇതിൻ്റെ അത് സ്വീകരിക്കുന്ന വ്യക്തിക്കും കൊടുക്കുന്ന വ്യക്തിക്കും ഒരുക്കം ആവശ്യമുണ്ട്. ഇതിന് പ്രത്യേക പ്രാർത്ഥനകൾ സഭ നൽകിയിട്ടുണ്ടോ? സഭയിൽ ഭൂതോച്ചാടന പ്രാർത്ഥനയുണ്ട്. അത് എക്സോർസിസം നടത്തുന്ന അച്ഛന് മാത്രമേ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതിന് നമ്മൾ സഭയിൽ പറയുന്നത് സോളം സാക്രമെൻ്റൽ, മോസ്റ്റ് സോളം സാക്രമെൻ്റലാണ് ഈ എക്സോർസിസം പ്രാർത്ഥന. അതായത് കൂദാശ അനുകരണത്തിൽ വീട് വെഞ്ചരിപ്പ് ഒരു കൂദാശ അനുകരണമാണ്. പക്ഷേ അതൊക്കെ സാധാരണ കൂദാശ അനുകരണങ്ങളാണ്. ഇതൊരു അസാധാരണമായ ആഘോഷമായ ഒരു കൂദാശ അനുകരണമാണ്. ദിസ് ഈസ് മോസ്റ്റ് സോളം സാക്രമെൻ്റൽ ഇൻ ദ കാത്തലിക് ചർച്ച്. ആ ഒരു പ്രാർത്ഥന ചെല്ലാനായിട്ട് ഒരു വൈദികന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വൈദികനെ മാത്രമേ എക്സോർസിസായിട്ട് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുള്ളൂ. അൽമായർക്ക് സാധിക്കുകയില്ല. അൽമായർ എക്സോർസിസം പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അവർ പ്രൈവറ്റ് എക്സോർസിസ്റ്റാണ്. എന്തെങ്കിലും കോൺസിക്വൻസോ അല്ലെങ്കിൽ തിക്തഫലങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ സഭ അതിന് ഉത്തരവാദിത്വം വഹിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ ധാരാളം നഷ്ടങ്ങളോ നാശങ്ങളോ ഒക്കെ സംഭവിക്കാം. ഈ വ്യക്തികളിൽ സ്വീകരിക്കുന്ന വ്യക്തികളിലുണ്ടാകാം, ഈ നടത്തുന്ന വ്യക്തികളിലുണ്ടാകാം. അങ്ങനെ പലരൊക്കെ ഈ പൊതുവോച്ചാടനമൊക്കെ നടത്തി ചെറുപ്പകാലത്ത് തന്നെ മരിച്ചു പോയിട്ടുണ്ട്. കേരളത്തിലും കുറേ ബ്രദേഴ്സൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, സിസ്റ്റേഴ്സും മരിച്ചു പോയിട്ടുണ്ട് കരിസ്മാറ്റിക് ഫീൽഡിൽ തന്നെ. അവരൊക്കെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഭൂതോച്ചാടനം നടത്തുന്നവരാണ്. ഈ പെന്തക്കോസ്ത് സഭകളിലും അതുപോലെ തന്നെ പ്രോട്ടസ്റ്റന്റ് സഭകളിലൊക്കെ പാസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ശബ്ദമൊക്കെ ഉയർത്തി പ്രാർത്ഥിച്ച് പിശാചിനെ ബഹിഷ്കരിക്കാറുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ പലരുടെയും മക്കൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, ഇവർക്ക് തന്നെ ഭയങ്കര പീഡകളുണ്ടാകുന്നു. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. കാത്തലിക് എക്സോർസിസ്റ്റ് ആണെങ്കിൽ സഭയിൽ നിന്ന് അധികാരം സ്വീകരിച്ചു, ക്രിസ്തുവിൻ്റെ അധികാരം എടുത്ത് ഉപയോഗിക്കുന്നു, ഒരു മെത്രാൻ അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആ അവസ്ഥയിൽ 0 ലെവലിലുള്ള കോൺസിക്വൻസേ ഉണ്ടാകുന്നുള്ളൂ. സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയിലും കൊടുക്കുന്ന വ്യക്തിയിലും പിശാചിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം സഭയ്ക്കെതിരായിട്ട് പിശാചിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നരകവാതിലുകൾ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 18-19 ബന്ധിക്കാൻ ബഹിഷ്കരിക്കാനുള്ള അധികാരം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു. സഭ ആ അധികാരം ഒരു വൈദികനെ ഏൽപ്പിക്കുന്നു. സഭയ്ക്കെതിരെ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവും സഭയുമാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, അച്ഛൻ ഈ എക്സോർസിസിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പിശാച് സംസാരിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ അടുത്ത്? പിശാച് ധാരാളം കാര്യങ്ങൾ പറയും, സംസാരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയ വെളിപ്പെടുത്തലനുസരിച്ച്, എൻ്റെ ഇൻസ്പിറേഷൻ അനുസരിച്ച് പിശാചിനെ കൊണ്ട് സംസാരിപ്പിക്കുകയില്ല. സംസാരിക്കാനായിട്ട് തുടങ്ങും. ഞാൻ പറയും, ഷട്ട് അപ്പ് യുവർ മൗത്ത്, ഐ ആം നോട്ട് ലിസണിങ് യു, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ് ഫ്രം യുവർ സൈഡ്. അങ്ങനെ പറയുമ്പോൾ അവരുടെ വായടഞ്ഞു. അല്ലെങ്കിൽ അവർ തേറി വിളിച്ചു പറയും. ഈ വൈദികൻ്റെയും കൂടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെയും തിന്മകളെല്ലാം വിളിച്ചു പറയും. അല്ലെങ്കിൽ അവർ ഒത്തിരി സ്റ്റോറീസ് പറയാൻ തുടങ്ങും. ഞാൻ അവിടെയായിരുന്നു, ഇവിടെയായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ ചെയ്യുന്നത്, ഇവരെ ആദ്യമേ തന്നെ ഇവരുടെ വായ ബന്ധിക്കുന്നു. നീ സംസാരിക്കാൻ പാടില്ല, ഞാൻ നിൻ്റെ സംസാരം കേൾക്കാനല്ല വന്നിരിക്കുന്നത്, ഞാൻ പിശാച് സംസാരിക്കുന്നതല്ല കേൾക്കുന്നത്. കാരണം അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും നമ്മളെ കൺഫ്യൂസ്ഡ് ചെയ്യുകയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റാതാവുകയും നമുക്ക് തന്നെ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവരെ സംസാരിക്കാനായിട്ട് അനുവദിക്കാറില്ല. അങ്ങനെ 1-2 വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഉടനെ തന്നെ ഒരു അടിച്ചമർച്ച ചെയ്യുന്ന പോലെ തന്നെ അതിനെ ഒരു കമാൻഡ് കൊടുത്ത് അവസാനിപ്പിക്കണം. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ രക്തം കുടിക്കുമെന്ന് പറഞ്ഞു. നീ രക്തം കുടിക്കുക, ഞാനിവിടെ വെച്ചിരിക്കുന്ന വെള്ളം പോലും എടുത്ത് കുടിക്കാൻ നിനക്ക് കഴിവില്ല, പിന്നെ നീ എൻ്റെ രക്തം കുടിക്കാൻ നിനക്ക് സാധിക്കുമോ? കീപ് ക്വയറ്റ്, ഇനിമേൽ സംസാരിക്കരുത്. പിന്നെ സംസാരിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായി വരുമ്പോൾ അതിന് വേറെ കമാൻഡ് കൊടുക്കണം. ഐ എം നോട്ട് സ്റ്റാൻഡിങ് ഹിയർ ടു സീ യുവർ ഡ്രാമ,
ഐ എം ടേക്കിംഗ് അതോറിറ്റി ടു ബൈൻഡ് യു ആൻഡ് കാസ്റ്റ് യു ഔട്ട്, കീപ് ക്വൈറ്റ്, ബി സ്റ്റിൽ. അങ്ങനെ പറയുമ്പോൾ പിന്നെ അവരൊന്നും ഒരു മാനിഫെസ്റ്റേഷനിലും പോകുന്നില്ല. ഇനി അങ്ങനെ മാനിഫെസ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ 4 പേരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. 4-6 പേര് ഇവരെ കൺട്രോൾ ചെയ്ത് പിടിച്ച് അവിടെ ഇരുത്തണം. അങ്ങനെ ചില ആളുകളിൽ മാത്രം ഇങ്ങനെ ഇത്തരത്തിലുള്ള വയലൻ്റ് നേച്ചർ കാണാറുണ്ട്. പക്ഷേ അത് 2-3 മിനിറ്റേ കാണുകയുള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ ചെയ്ത് ആ ഒരു വയലൻ്റ് സ്പിരിറ്റിനെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് നിർവീര്യമാക്കണം. പ്രത്യേകിച്ച് ഈ ഗരഡായരുടെ നാട്ടിൽ ഈശോ എന്ന് കഴിഞ്ഞപ്പോൾ വയലൻ്റ് സ്പിരിറ്റ് ബാധിച്ച ഒരാളെ കണ്ടു. 6000-ഓളം പിശാചുകൾ അതങ്ങേരിലുണ്ട്. സ്വയമായിട്ട് മുറിപ്പെടുത്തുന്നു. ആർക്കും ഇയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ചെയിനുകളെല്ലാം പൊട്ടിച്ച് കളയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈശോ അവനിലുള്ള ദുരാത്മാവിനെ പന്നികളിലേക്ക് പറഞ്ഞയച്ചു. അതിനാണ് ട്രാൻസ്ഫറിങ് ദ സ്പിരിറ്റ്. ഈശോ ഒരിക്കൽ മാത്രമേ അത് ചെയ്തുള്ളൂ. അതിൻ്റെ തിക്തഫലങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ അത് ചെയ്തത്. നിങ്ങളാരും ആത്മാവിനെ ട്രാൻസ്ഫർ ചെയ്യരുത്, ദുരാത്മാവിനെ ട്രാൻസ്ഫർ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2000 പന്നികൾ ആ ദിവസം വെള്ളത്തിൽ ചാടി ചത്തു. തന്നെയല്ല, ഇതുപോലെ മനുഷ്യരിലൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. നിങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസ്ത്രീയ നിർവീര്യമാക്കി വിടണം, ട്രാൻസ്ഫർ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയുള്ള വയലൻ്റ് സ്പിരിറ്റ് ഉള്ളപ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് സബ്സൈഡാക്കിയതിന് ശേഷം പ്രാർത്ഥിക്കാവുള്ളൂ. വലിയ ഇങ്ങനെയുള്ള വയലൻ്റ് നേച്ചറൊക്കെ കാണിക്കുകയാണെങ്കിൽ ആദ്യം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഈ ആളുകൾ അവരെ പിടിച്ച് അവിടെ ഇരുത്തണം, ബലം പ്രയോഗിച്ച്. ഓക്കെ. ഇങ്ങനെയുള്ളവർ ഇപ്പോൾ തിരുവോസ്തി സ്വീകരിക്കുകയാണെങ്കിലോ ജപമാല ഉപയോഗിക്കുകയാണെങ്കിലോ അത്തരത്തിൽ ഇവർക്ക് ആ ഒരു തരത്തിലൊരു ഭയമോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരു വേണ്ട എന്ന രീതിയിൽ ചിന്ത അവരുടെ ഉള്ളിൽ വരുമോ? ദുരാത്മാക്കളെ നമുക്കൊരു പ്രത്യേക കാറ്റഗറിയിലോ അല്ലെങ്കിൽ പ്രത്യേക വിധത്തിലോ നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കുകയില്ല. ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ ഇതിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ചില ആളുകൾക്ക് കുർബാന സ്വീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ചില ആളുകൾ കുർബാന സ്വീകരിച്ചാലും പിശാചും അവരിൽ ഉണ്ടായിരിക്കും. അതുപോലെ അവർ ജപമാല ഉപയോഗിക്കുന്നു, അവർ വെന്തിക്കാൻ ഉപയോഗിക്കുന്നു, വെഞ്ചരിച്ച സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ അവരിലൊരു മാറ്റവും കാണുകയില്ല. പിശാചും കണ്ടേക്കാം. പക്ഷേ അവരിൽ ചില കാര്യങ്ങൾ, ചില പീഡകൾ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഒരു പേൾ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു. 15 കൊല്ലമായിട്ട് എപ്പിലെപ്സി രോഗമാണ്. ധാരാളം മരുന്നുകൾ കഴിച്ചു. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അവർക്ക് കിട്ടുന്നില്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഇന്ന് ലോഗോസിൽ പോകും, ഈ വെന്തിങ്ങ ആശീർവദിച്ച് 4 മണിക്ക് ഇവിടെ പ്രാർത്ഥനകൾ ചൊല്ലി എല്ലാ വസ്തുക്കളെയും ആശീർവദിക്കുന്നുണ്ട്. ആ കോമൺ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കും. അതിനുശേഷം ഞാൻ അതിൻ്റെ കഴുത്തിലിടുമ്പോൾ എൻ്റെ എപ്പിലെപ്സി മാറും എന്ന് അവർ വിശ്വസിച്ച് ഇവിടെ വന്നു. അത് വെഞ്ചരിച്ചു. അവർ തലയിൽ കഴുത്തിൽ അത് ഇട്ടു. അന്ന് മുതൽ അവർക്ക് എപ്പിലെപ്സി ഉണ്ടായില്ല. 1 കൊല്ലത്തിന് ശേഷം അവരോട് വന്നൊരു ലൈവായിട്ടൊരു ടെസ്റ്റ് മണി കൊടുത്തു. അപ്പോൾ അതൊരു രോഗമായിരുന്നില്ല, അതൊരു രോഗപീഠയായിരുന്നു. ലൂക്കാസ് വിശേഷൻ 13-ാം അധ്യായത്തിൻ്റെ 16-ാം വചനം. ഈ സ്ത്രീയിൽ രോഗമല്ല, പക്ഷേ രോഗം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഷീ ഈസ് ഇൻ ദ ബോണ്ടേജ് ഓഫ് സിക്നസ്, ആം ഐ നോട്ട് സെറ്റ് ഹർ ഫ്രീ. ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒരു രോഗമായിരുന്നില്ല, രോഗത്തിൻ്റെ ഒരു ബന്ധനമായിരുന്നു. ഈശോ അതിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് സൗഖ്യം കിട്ടി. ആൾ നിവർന്ന് നിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ അനേകം പേരിൽ രോഗമായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ അവർ മരുന്ന് കഴിച്ചിട്ട് പ്രയോജനം കിട്ടുന്നില്ല. അത് രോഗമായിരിക്കില്ല, രോഗത്തിൻ്റെ പീഡകളായിരിക്കും. അവിടെ അവർക്ക് എക്സോർസിസം ആവശ്യമുണ്ട്. ഈ മറ്റ് രീതിയിൽ ഇപ്പോൾ രാത്രി ചില ആളുകൾ പറയുന്നു താങ്കളെ ആരോ ആക്രമിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ചിലത് കാണുന്നു, ചില ദൃശ്യങ്ങൾ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കാണുന്നു, ചിലർ സ്വപ്നത്തിൽ ചില പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സ്ഥിരമായി കാണുന്ന ആളുകൾ, അങ്ങനെയുള്ളവരിലൊക്കെ ഇത്തരത്തിൽ അത് അത്തരത്തിലുണ്ടോ? അല്ലെങ്കിൽ ഈ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതൊക്കെ അത് മാനസികമായ കാര്യമാണോ അല്ലെങ്കിൽ ശരിക്കും ഇത്തരത്തിൽ ദുരാത്മാക്കൾ തന്നെയാണോ? വളരെ ബുദ്ധിമുട്ടാണത് വിവേചിച്ചറിയാനായിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2 കാര്യങ്ങളാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക രോഗത്തിൻ്റെ മരുന്നുകളെല്ലാം കഴിക്കുക. നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കണ്ട് വേണ്ട വിധത്തിലുള്ള പ്രതിവിധികളൊക്കെ എടുക്കുക. അതോടൊപ്പം തന്നെ ബോധോച്ചാടന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, അവർ മെഡിക്കൽ ലൈനിലൂടെ പോകേണ്ടത് പോയിക്കൊള്ളട്ടെ, അവരത് ചെയ്യണം. അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ചിലപ്പോൾ അത് മാനസിക രോഗമായിരിക്കാം. ഇനി അത് മാനസിക രോഗം അല്ലാതെ ഇരിക്കാം. അപ്പോൾ ഇത് 2ഉം കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് സാധാരണ ഇതിൽ ബോധോച്ചാടനത്തിന് മുമ്പായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അനാലിസിസ് എടുക്കും. ഇത് മാനസികമാണോ അല്ലെങ്കിൽ ഇത് പൈശാചികമാണോ എന്ന് ഒരു സൈക്കോളജിസ്റ്റ് തീരുമാനിക്കണം. അവർ പറയുന്നു ഇവിടെ മാനസിക രോഗമൊന്നും കാണുന്നില്ല, നിങ്ങൾ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രതിവിധികൾ അന്വേഷിച്ചുകൊള്ളുക. ഇവിടെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത കുറേ ആളുകൾ വരാറുണ്ട്, സൈക്യാട്രിസ്റ്റുകൾ. അവർ മരുന്ന് കൊടുത്തു, അവരുടെ വിധത്തിലൊക്കെ ഇവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നു നിങ്ങൾ ലോഗോസിൽ പോയി പ്രാർത്ഥിക്കുക, വേറെ മാർഗമൊന്നും, വേറെ മാനസിക രോഗത്തിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല.
അങ്ങനെ പലരും ഇവിടെ വരാറുണ്ട്. അവരുടെ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യും, ബ്രെയിനിനെ കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ നടത്തും. അതിനുശേഷം മാനസികമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടോ ബ്രെയിനിലോ കുഴപ്പങ്ങളോ ഒന്നും കണ്ടില്ല, പക്ഷേ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സൈക്യാട്രിസ്റ്റ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് വിടാറുണ്ട്, ഡോക്ടേഴ്സ് ആളുകളെ പറഞ്ഞു വിടാറുണ്ട്. ഈ എക്സോസം പ്രാർത്ഥന കഴിയുമ്പോൾ അവരെല്ലാവരും സുഖപ്പെടുന്നുമുണ്ട്. ഇതിന് ഒരു ടീം വർക്ക് ആവശ്യമാണ്. സൈക്യാട്രിസ്റ്റ് വരണം, അതുപോലെ ഡോക്ടേഴ്സ് സഹായിക്കണം, പിന്നെ അറിവുള്ള ആളുകൾ ഇതിനെ സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടായിരിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന ടീം ഉണ്ടായിരിക്കണം, വിവേചന ശക്തി ഉണ്ടായിരിക്കണം. ചിലതൊക്കെ പൈശാചികമാണ്, ചിലതൊക്കെ മാനസികവുമാണ്. ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റും കൊടുക്കും, അതെല്ലാം കണ്ടിന്യൂ ആയിട്ട് ആവശ്യപ്പെടും, ഭൂതോച്ചാരണ പ്രാർത്ഥനയും നടത്തും. പൂർണ്ണമായ വിടുതൽ ഇന്ന് വരെ കണ്ടിട്ടുണ്ട് എല്ലാ കേസുകളിലും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാത്താനാരാധന അത് ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റ് ആഭിചാരക്രിയകൾക്കൊക്കെ പോകുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത് പ്രാർത്ഥനകളാണ്, നമ്മുടെ തന്നെ പ്രാർത്ഥനകൾ. ഇവിടെ ഒരു പ്രാർത്ഥന രൂപപ്പെടുത്തിയിട്ടുണ്ട്, SEP പ്രാർത്ഥന എന്ന് പറയുന്നത്, സ്പിരിച്വൽ എൻക്ലോഷർ പ്രാർത്ഥന. ഈ പല മനുഷ്യരിലും പൈശാചി ശക്തികൾ ആവസിച്ചിട്ട് അവർ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നുണ്ട്. പിശാച് ആരാധന വഴി അവരിലേക്കും മറ്റുള്ളവരിലേക്കും പിശാചിൻ്റെ സ്വാധീനവും പ്രവർത്തനങ്ങളും വരുന്നുണ്ട്. അത് ഹ്യൂമൻ ഫാക്കൽറ്റികളെ പിശാച് വന്ന് പ്രോസസ്സ് ചെയ്തിട്ട് അവരെ കൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയാണ്. അവരുടെ മാനുഷിക കഴിവുകളെയൊക്കെ പിശാചെടുത്ത് ഉപയോഗിക്കുന്നു. അത് പിശാച് ആരാധനയിലൂടെ കിട്ടുന്നു. കൂടുതൽ പേര് പിശാച് ആരാധനയ്ക്ക് പോകുന്നത് ചില സാമ്പത്തിക ലാഭങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതോടുകൂടി അവരുടെ ആത്മനാശവും സംഭവിക്കാം. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ രക്ഷിക്കാനായിട്ട് സ്ട്രൈക്കിംഗ് ആൻഡ് ബ്ലെസ്സിങ് അല്ലെങ്കിൽ SCP പ്രാർത്ഥന, അതിനൊരു പുസ്തകമൊക്കെ ഇവിടെയുണ്ട്. അതിൻ്റെ പ്രാർത്ഥനാ രീതി ഇങ്ങനെയാണ്: ഇൻ ദ നെയിം ഓഫ് ജീസസ് ബി സ്ട്രൈക്ക് യു വിത്ത് 7 സോഡ്സ്, എസ്പെഷ്യലി ദ സോഡ് ഓഫ് എലീഷ, മെസ്സയ ആൻഡ് സെൻറ്റ് ഗാബ്രിയൽ. ക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ 7 വചനം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഭർസിക്കുന്നു, നിങ്ങളെ ശാസിക്കുന്നു. പിശാച് ഉപയോഗിക്കുന്ന എല്ലാ ഫാക്കൽറ്റികളും എല്ലാ മനുഷ്യരിലും നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു സമൂഹം മുഴുവൻ നമ്മളോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും ഇവിടെ 3 മണിക്ക് ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, ജനങ്ങൾ മുഴുവൻ അതിനകത്ത് കൂടുന്നുണ്ട്. ലോകം മുഴുവനുള്ള ആളുകൾ ഇത് ഓൺലൈനിൽ, യൂട്യൂബ് വഴി ഉള്ള ഓൺലൈനിൽ ഇത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ മനുഷ്യവർഗത്തെ പിശാചിന് വിടുന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരുടെ ഫാക്കൽറ്റി വേണമെങ്കിലും പിശാചിനെടുത്തിട്ട് മനുഷ്യർക്കെതിരായിട്ട് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് ഫാക്കൽറ്റികളാണോ പിശാചെടുത്ത് ഉപയോഗിക്കുന്നത് അതിനെ നിർവീര്യമാക്കാനായിട്ട് ഈശോയോട് നമ്മൾ വചനത്തിൻ്റെ ശക്തിയിൽ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ഈ ലോഗോസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന വഴി ലോകത്തിൽ തിന്മയുടെ ശക്തികൾ കുറയും. അങ്ങനെ 7 ഗ്രൂപ്പ് ആളുകളാണ് ഇതിനകത്തുള്ളത്. അത് ടെററിസ്റ്റ് ഉണ്ട്, പിന്നെ പീഡകരുണ്ട്, പെർസിക്യൂട്ടേഴ്സ്, അൺജസ്റ്റ് വാർ മാങ്ങേഴ്സ് ഉണ്ട്, അതായത് യുദ്ധപ്രിയരായിട്ട ആളുകൾ, അതുപോലെ സൈബർ ക്രിമിനൽസ്, ലാൻഡ് എൻക്രോച്ച് ചെയ്യുന്നവർ, അതുപോലെ ലയേഴ്സ്, ചീറ്റേഴ്സ്, എക്സ്പ്ലോയിറ്റേഴ്സ്. ഈ ഗ്രൂപ്പിലൊക്കെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ കൈക്കൂലി വാങ്ങിക്കുന്നവർ, അതൊരു ബ്ലഡ് മണിയാണ് അവർ സ്വീകരിക്കുന്നത്. അവർക്ക് തന്നെ അറിയാൻ പാടില്ല. ഒരു രാജ്യത്തിലെ സ്വന്തം പൗരന്മാരെ ഇവരെ ചൂഷണം ചെയ്യുകയാണ്. ആ കൈക്കൂലി വാങ്ങിക്കാനുള്ളൊരു ചിന്ത ഉണ്ടാക്കുന്നു, വാങ്ങിക്കുന്ന ഒരു പൈശാചിക പ്രവൃത്തിയാണ്. അത് അവരിലേക്ക് കിട്ടുന്നത് ഒരു രക്തത്തിൻ്റെ പൈസയാണ്. ആരും സന്തോഷത്തിലൂടെ കൈക്കൂലി കൊടുക്കാറില്ല. അത് അവരുടെ മനസ്സിൽ വേദനയോടുകൂടിയാണ് കൊടുക്കുന്നത്. ഇത് ഇവരുടെ കയ്യിൽ കിട്ടുന്നത് ജൂഡസ് സ്വീകരിച്ച 30 വെള്ളിക്കാശ് പോലെയാണ്. ദാറ്റ്സ് മണി ഓൺ ദർ ബ്ലഡ് മണി. അത് ഇവർക്കോ ഉപകാരപ്പെടുന്നില്ല, അവരുടെ സന്തത പരമ്പരകൾക്കോ ഉപകാരപ്പെടുന്നില്ല, എങ്കിലും അവരത് വാങ്ങിക്കുന്നു. അപ്പോൾ അവരുടെ ആ ഫാക്കൽറ്റിയെ വാങ്ങിക്കാനുള്ള ആ ചിന്ത ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്കൽറ്റി തന്നെ സസ്പെൻഡ് ചെയ്യുന്നതാണ് SCP പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ ഇൻജസ്റ്റിസ് പ്രവർത്തിക്കുന്നവർ, അന്യായമായി പ്രവർത്തിക്കുന്നവർ, അങ്ങനെ ഒരു ദുരാത്മാവ് അവരിൽ പ്രവേശിച്ചിട്ടുണ്ട്. പിശാച് ആരാധനയ്ക്ക് മുൻകൈ എടുത്ത് പ്രവർത്തിപ്പിക്കുന്ന ഒരു ദുരാത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നതാണ് ഈ
തിന്മയുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ഹ്യൂമൻ ഫാക്കൽറ്റികൾ പിശാച് ആവസിച്ചെടുത്ത് അതിലൂടെ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫാക്കൽറ്റികൾ ഈ മനുഷ്യവംശത്തിൽ ആരുടെയെങ്കിലും പിശാച് ഉപകാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനാണ് ACP പ്രാർത്ഥന. പിന്നെ ബൈൻഡിങ് കാസ്റ്റിംഗ് ഔട്ട് പ്രാർത്ഥന. ഇതൊക്കെ ഹോം റെമഡീസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും ഫലപ്രദമായിട്ട് തോന്നുന്നില്ല എന്ന് വരികിൽ എക്സോസം പ്രാർത്ഥനയ്ക്ക് തന്നെ വരേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം വെച്ചാൽ കോമൺ ആയിട്ട് സാധാരണക്കാർക്ക് കുറേ പേർക്കുള്ള സംശയമാണ്, പക്ഷേ ഈ വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലങ്ങൾ, അന്യ ദേവന്മാരുടെ ആലയങ്ങൾ, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരു പക്ഷേ ഇതുപോലെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതുവഴി ഈ ദുരാത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറണം. നമ്മൾ കാണുന്ന വിധത്തിലുള്ള എല്ലാ വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളല്ല. സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് എല്ലാ മതങ്ങളിലും ദൈവീയ വെളിപ്പെടുത്തലുകളുണ്ട്. 12 മതങ്ങളുണ്ട്. ആ മതങ്ങളിൽ രൂപങ്ങളും സ്വരൂപങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്നും പിശാചിൻ്റെയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ അല്ല. എന്നാൽ ചില രൂപങ്ങൾ കത്തോലിക്ക സഭയിൽ തന്നെയാണെങ്കിലും ചില ആളുകൾ ചില രൂപങ്ങൾ പിശാചിന് സമർപ്പിച്ച് അതിനകത്ത് പിശാചിനെ ആഭസിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിലർ ഗീവ്രീസ് പുണ്യാളൻ്റെ രൂപം വരെ പിശാച് ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വിഗ്രഹമായി മാറുകയാണ്. അതല്ലെങ്കിൽ ആ രൂപം നമ്മളൊരു വൈദികനെ ആശീർവദിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അതൊരു വിഗ്രഹമല്ല. അതേസമയം അതിനെ വിഗ്രഹമാക്കി മാറ്റുന്നുണ്ട്. വിഗ്രഹം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പിശാചിനെ മനഃപൂർവ്വം ആവസിപ്പിച്ച് വെക്കുമ്പോഴാണ് അതൊരു വിഗ്രഹമായി മാറുന്നത്. നമ്മൾ കാണുന്ന പല ഓബ്ജക്റ്റുകളും വിഗ്രഹങ്ങളും സ്വരൂപങ്ങളും വിഗ്രഹങ്ങളല്ല. എന്നാൽ നമ്മൾ വിചാരിക്കാത്ത പല രൂപങ്ങളും സ്വരൂപങ്ങളും, ചിലർ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപം വരെ വിഗ്രഹാരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇറ്റലിയിൽ മിലാനിൽ ചെല്ലുകയാണെങ്കിൽ സെൻറ്റ് എസ്തോർജിയസ് ചർച്ചിൽ കൊമ്പ് മാലുള്ളൊരു മാതാവിൻ്റെ രൂപം അവിടെ ഇരിപ്പുണ്ട്. അത് 3-ാം നൂറ്റാണ്ടിൽ ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ടാണ് ആ പള്ളിയിൽ. പക്ഷേ ഒരു വൈദികൻ സെയിൻറ്റ് പീറ്റർ ഒരു വിശുദ്ധ കുർബാനയുടെ മോൺസ്ട്രൻസ് എടുത്ത് ഇങ്ങനെ ആശീർവദിച്ച് കഴിഞ്ഞപ്പോൾ പിശാച് ആ രൂപത്തിൽ നിന്ന് വിട്ടുപോയി. ആ മാതാവും ഉണ്ണീശോയും അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്, ആശീർവദിച്ചു. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഉണ്ടായി, രോഗശാന്തികളും ഉണ്ടായി. പക്ഷേ ഈ ഫാദർ പീറ്റർ പറഞ്ഞു, ഇഫ് യു ആർ റിയലി ദ മഡോണ, വർഷിപ്പ് യുവർ സൺ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ ദുരാത്മാവ് ആ വിഗ്രഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ മാതാവിൽ നിന്ന്, മാതാവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വരും വിഗ്രഹത്തിൽ, ആ ഒരു സ്റ്റാച്യൂവിൽ ആ പിശാച് വിട്ടുപോയി. ആ രൂപം ഇപ്പോഴും എസ്തോർജിയസ് ചർച്ചിലിരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രൂപങ്ങളോ വിഗ്രഹങ്ങളോ ഒന്നും വിഗ്രഹങ്ങളല്ല. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള രൂപങ്ങൾ, കുരിശുരൂപങ്ങൾ, വിശുദ്ധരുടെ രൂപങ്ങൾ, മാതാവിൻ്റെ രൂപങ്ങളൊക്കെ വിഗ്രഹങ്ങളായി മാറാറുമുണ്ട്. പക്ഷേ അതിനകത്ത് ഏത് ഉദ്ദേശത്തോടെ ഏത് ആത്മാവിനെയാണോ ആവസിപ്പിച്ചിരിക്കുന്നത് ആ ആത്മാവാണ് വിഗ്രഹമായിട്ട് മാറുന്നത്. അവിടെ പോകുന്നവർക്ക് അതിൻ്റേതായ ദോഷങ്ങളുണ്ടാകാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഡിമോണിക് ഫുഡ് ആശീർവദിച്ച് പിശാചിന് സമർപ്പിച്ച ഭക്ഷണം കൊണ്ടുവന്ന് ഒരാൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ തിക്തഫലങ്ങളുണ്ടാകാം. അത്തരത്തിലുള്ള ഭക്ഷണം വേറെ ആൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ കൈവശം എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഒരു പിശാചിനെ ആവസിപ്പിച്ച് ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു, അവരത് കഴിച്ചു. അന്ന് മുതൽ അവർക്ക് വിഭ്രാന്തി ഉണ്ടാകാൻ തുടങ്ങുന്നു, രോഗം ഉണ്ടാകാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിനുവേണ്ടി നമ്മുടെ സഭ ചെയ്യുന്നത് ഉപ്പ് വെഞ്ചരിച്ച് കൊടുക്കുന്നു, വെള്ളം വെഞ്ചരിച്ച് കൊടുക്കുന്നു. ഈ ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇങ്ങനെയുള്ള ആളുകൾ അത് കഴിക്കുമ്പോൾ അത്തരത്തിലുള്ള പൈശാചിക പ്രവൃത്തികൾ അവരിലുണ്ടെങ്കിൽ അത് നിർവീര്യമാക്കപ്പെടും. അതിനുവേണ്ടി ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ തേയിലപ്പൊടി ഉപയോഗിക്കാനോ മറ്റോ കുറുക്ക് വഴികളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് ഉപ്പും ജലവും ആശീർവദിച്ച് ഒരു എക്സോർസിസ്റ്റ് അത് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കുന്നവർക്കൊക്കെ ഈ ഡിമോണിക് ഫുഡിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അവസാനിക്കും. ഓക്കെ, പക്ഷേ അവസാനമായിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ പറയുമ്പോഴും അല്ലേ, ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ സാത്താൻ്റെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നു. എങ്ങനെയാണ് നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തികളെയും സമൂഹത്തെയൊക്കെ ഇത്തരത്തിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ
മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് തന്നെ അവനെ നശിപ്പിക്കണമെന്ന ചിന്തയിലുള്ള ഒരു ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിശാചിനെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളൊക്കെ തടയാനായിട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ, വ്യക്തി ജീവിതങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് സാധാരണ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ ഒരു സംരക്ഷണ പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ലോഗോസിലെ ഒരു സംരക്ഷണ പ്രാർത്ഥന ഉണ്ട്. ആ സംരക്ഷണ പ്രാർത്ഥന ചെയ്യാം. പിന്നെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഉള്ള പ്രാർത്ഥന അൽമായർക്ക് വേണ്ടി ചെയ്യാനുള്ളതാണ്. ഈ പ്രാർത്ഥനകൾക്കെല്ലാം ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പിൻ്റെ ഔദ്യോഗിക അംഗീകാരമുള്ളതാണ്. ഇംപ്രിമാത്രമുള്ള പ്രാർത്ഥനകളാണ്. പ്രൊട്ടക്ഷൻ, ഡെലിവറൻസ് പ്രാർത്ഥന, സംരക്ഷണ പ്രാർത്ഥന, വിടുതൽ പ്രാർത്ഥന, ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥന, അതുപോലെ സഭയുടെ ഔദ്യോഗികമായ ഭൂതോച്ചാടന പ്രാർത്ഥന. ഇതൊക്കെ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ സംരക്ഷണം കിട്ടും. ഒരു സാധാ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ അൽമായൻ ചെയ്യേണ്ടത് അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിന് സമർപ്പണ പ്രാർത്ഥന, കോൺസക്രേഷൻ പ്രാർത്ഥന എന്ന് പറയുന്നു. അതിനുശേഷം പ്രൊട്ടക്ഷൻ, ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്യുന്നു. ജപമാല ചൊല്ലുന്നു. കരുണയുടെ പ്രാർത്ഥന ചൊല്ലുന്നു. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. മനഃപൂർവ്വം പാപത്തിൽ വസിക്കാതിരിക്കുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് സംരക്ഷണം കിട്ടും. പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്ത് കടന്നു വരാനുള്ള സാഹചര്യവും നമുക്ക് കിട്ടും. ഓക്കെ അച്ഛാ, എന്തായാലും ഒരുപാട് നന്ദി. ഇത്ര നേരം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അച്ഛൻ വളരെ മനോഹരമായി പറഞ്ഞു തന്നു. എന്തായാലും ഇത്ര നേരം ഞങ്ങളുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു.